ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നട്ടുച്ചയാണ് നേരം. നട്ടുച്ചക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഞാനും ആപ്പയും അമ്മാറും കൂടിയാണ് ഇന്ന് കറങ്ങാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് കോടതിക്ക് ബസ്സൊക്കെ കയറി പോകാം. നമുക്ക് വടകര കഴിഞ്ഞ് വേണം പോകാൻ വേണ്ടി. അപ്പം ബസ്സിൽ തന്നെയാണ് യാത്രയൊക്കെ. നമ്മൾ തലശ്ശേരി സ്റ്റാൻഡിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പം നമ്മൾ കോടതിൻ്റെ അടുത്തുള്ള പാർക്കാണിത്. പാർക്ക് ഇപ്പം നവീകരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നട്ടുച്ചയ്ക്ക് നല്ല കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര തുടരാം കേട്ടോ. ഇന്ന് നല്ല അടിപൊളി സ്ഥലത്താണ് പോകുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. കുറേ അറിവുകൾ നേടാം, കുറേ നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കാണാം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് എത്തി, തലശ്ശേരി എത്തി. അവിടുന്ന് ആദ്യം നമ്മൾ വടകര ബസ്സിലായിരുന്നു കയറിയിരുന്നത്. പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെയും പോകണം എന്നുള്ളത് കൊണ്ട് ലിമിറ്റഡിന് കയറാമെന്ന് കരുതി അങ്ങനെ കോഴിക്കോട് ലിമിറ്റഡ് ബസ്സിനാണ് കയറിയിരുന്നത്. അപ്പം നമ്മൾ ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു കാഴ്ച കാണാം. ട്രെയിനിൻ്റെ മോഡലിലാണ് സ്കൂളിൽ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അവിടെ പഠിക്കുന്ന കുഞ്ഞു കുരുന്നുകൾക്ക് അവർക്ക് വളരെ സന്തോഷമായിരിക്കും ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് അമ്മാർ നോക്കുന്നത്. അമ്മാറിന് നമുക്കൊക്കെ കാണുമ്പോൾ ഒരു ട്രെയിൻ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നമുക്കിനി ഇത്തിരി കൂടി നടക്കാനുണ്ട്. ഒരു 5-6 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്ക് നമ്മളെ സ്ഥലത്തെത്തും. വേറെ എവിടത്തേക്കും അല്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് പോകുന്നത്. സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അവിടെ ഒരു പുതിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ടോ എന്നുള്ള അമ്മാറിൻ്റെ ചോദ്യത്തിനാണ് കേട്ടോ ഞാൻ ആ മറുപടി പറഞ്ഞത്. ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാത്ത കാഴ്ചകളെ കണ്ട് നടന്നറിയണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ നടന്നത് കൊണ്ടാണ് സ്കൂളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. നടന്ന് നമ്മൾ ലൊക്കേഷനിലെത്തി. ഇരിങ്ങൽ സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ഇവിടെ ചെറിയൊരു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. ഇത് ഗേറ്റ് കടന്ന് ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. നടന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വർണ്ണശബളമായ ഒരുപാട് കാഴ്ചകളാണുള്ളത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര എന്താ പറയുക, സ്വർഗ്ഗലോകം തന്നെയായിരിക്കും. ഞാൻ ഈ ക്രാഫ്റ്റിലും ആർട്ടിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര സന്തോഷം ഉള്ള കാര്യമായിരുന്നു. അത് നമുക്ക് ഇവിടുന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറേ ഇൻസ്പിറേഷനാണ് ഇത്. ഇങ്ങനെയുള്ള വർക്കുകൾ കാണുമ്പം കൂടുതൽ പെയിൻറ് ചെയ്യാനും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആകുന്ന തരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെയൊക്കെ പിന്നെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന അത്രയും അടിപൊളി വർക്കുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വർക്കുകളിൽ കൂടുതലും എൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ ആകർഷിച്ചിരുന്നത് കേരള മ്യൂറൽ പെയിൻറ്റിങ്സ് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി. ഞാൻ പ്രൊഫഷണലി മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടില്ല, പക്ഷേങ്കിൽ അത് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും വർക്കുകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ പ്രത്യേകമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡെക്കർ ഐറ്റംസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല തരത്തിലുള്ള പല മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കരകൗശല വസ്തുക്കളുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഒരു ആർട്ടിൽ കാണിക്കുന്ന മുത്ത് ഒറിജിനൽ ആണോ എന്നാണ് അമ്മാറിൻ്റെ സംശയം. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും അവൻ്റെ സംശയം അവിടെയാണ് ഉണ്ടായിരുന്നത്. ഒറിജിനൽ മുത്താണോ, പവിഴപ്പുറ്റെന്ന് കിട്ടുന്ന മുത്താണോ അതെന്നായിരുന്നു അവൻ്റെ സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ കണ്ണിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു പെയിൻറ്റിങ്. അതിമനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ് ആയിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എങ്ങോട്ട് നോക്കണം, ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയും അടിപൊളി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, പോർട്രേറ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയ രീതികളൊക്കെ അമ്മാറിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പലതരം മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും എന്താ പറയുക, ഒരുപാട് കളക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഇവിടെ വന്നിട്ടെല്ലാം ഒന്നിച്ച് കണ്ടു കേട്ടോ. മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങളും അതേപോലെ തന്നെ മെറ്റൽ ക്രാഫ്റ്റുകളും ഗ്ലാസ് ക്രാഫ്റ്റുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് ഒരു വർക്ക് തന്നെ നമുക്കിങ്ങനെ നോക്കി നിന്ന് അതിലെന്തൊക്കെയാണുള്ളതെന്നിങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് നമ്മൾ നോക്കണം. ഇപ്പോൾ വീഡിയോയിൽ അത്രയും സമയമെടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്പീഡിൽ കാണിച്ചു പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു കേട്ടോ. ചെണ്ടമേളക്കാരത്ത് അടിപൊളിയാണ്. ഇത് കണ്ടപ്പോൾ അമ്മാർ പറഞ്ഞത് പൈററ്റ്സ് ഓഫ് കരീബിയൻസ് എന്നായിരുന്നു. അവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്.
അറബിക് കാലിഗ്രാഫി ഉണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വർക്കാണ് ഇനി കാണാൻ പോകുന്നത്. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു പോർട്രേറ്റ്, അത് കൊളാഷ് ആക്കിയിട്ട്, പേപ്പർ കൊളാഷ് അല്ല, ഈ ചിരട്ട കൊണ്ടുള്ള കൊളാഷ് അങ്ങനെ തന്നെയാണ് അതിന് പറയാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വർക്കാണ്. വളരെ എന്താ പറയുക, പ്രശംസനീയമായിട്ടുള്ള ഒരു വർക്കായിരുന്നു അത്. പിന്നെ ഒരുപാട് ആനയുടെ പ്രതിമകളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കളരി വില്ലേജിലാണ്. കളരി വില്ലേജിൽ കളരിയിൽ യൂസ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ആയുധങ്ങളും പച്ചമരുന്നുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുടി വളരാൻ വേണ്ടി ധാത്രിയൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഈ മരുന്നുകൾക്കിടയിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ പേര് കേൾവി മാത്രമുള്ള പച്ചമരുന്നുകൾ നീ കാണാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. ഈ കളരി വില്ലേജിലേക്ക് വന്നപ്പോൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോയൊരു ഫീലായിരുന്നു. ഈ കളരി വില്ലേജ് നമ്മളെ പഴയ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കാർഷികോപകരണങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. കലപ്പയൊക്കെ നമ്മൾ മലയാളം ടെക്സ്റ്റിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതേപോലെ ഓലക്കുട, പിന്നെ ഒറ്റൽ എന്ന് പറയുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ഓല കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മാറിന് ആദ്യമായിട്ടാണ്. ഒറ്റലൊക്കെ ഡയറക്റ്റ് ഞാൻ കാണുന്നതും ആദ്യമായിട്ടാണ്. വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാനിങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അമ്മാറിനും ഇതും ഭയങ്കര കൗതുകമുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കാഴ്ച മൊത്തം കവർന്നു നിർത്തുന്നത് അവിടെ കളരിക്ക് യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഉപകരണങ്ങളിലേക്കായിരുന്നു. പച്ചമരുന്നുകൾ, വിളക്ക്, ഇതെല്ലാം പണ്ട് ഉപയോഗിക്കുന്ന പാട്ടുകളും ഒന്നുമില്ല. പഴയ ടിഫിൻ ബോക്സ് ഇതെന്താ അപ്പോൾ സാധനം? എന്തുവാന്ന് ഉപയോഗിക്കുന്നത്? കോമ്പസ്, കോമ്പസ്. അത് മതി. ഗ്രാമഫോണിൻ്റെ ചെറുതല്ലേ? ഇതെല്ലാം പണ്ട് ഉപയോഗിച്ചാൽ പണ്ടത്തെ കളരിക്കാരെല്ലാം ഉപയോഗിച്ചത്, രാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചത്. നമ്മൾ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല, നമ്മൾ പരിചയമുണ്ടാകും. കെട്ടാണ്. ആദ്യകാലത്ത് രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന
ചുച്ച അപ്പം താളിയോല. എങ്ങനെയാ എങ്ങനെയാ തമ്മാരെ? എങ്ങനെയാ എങ്ങനെയാ ബ്ലോക്ക് എങ്ങനെയാ? ഇതെന്താപ്പാ ഇതെന്താണ്? രഥത്തിൻ്റെ എന്തോ ആണോ? രഥത്തിൻ്റെ സ്പീക്കർ കൊണ്ട് മെറ്റൽ കലുണ്ട്. അമ്മാരെ ഇതൊക്കെയാ മിത്തോളജി പ്രകാരമുള്ള ആ സ്റ്റോറീസ് നല്ല ഓരോ കഥകളാണ്. നൂൽ നൂൽക്കുന്ന ചർക്കയും നെയ്ത്ത് യന്ത്രമൊക്കെ അങ്ങനെ കണ്ട് അവരെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പിന്നെ വസ്ത്രങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുവാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. എന്ത് രസമായിട്ടാണ് നെയ്തെടുക്കുന്നത്, അതിൻ്റെ എഫർട്ടും ഉണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എന്താ പറയണ്ടേ ആശ്ചര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട് അങ്ങോട്ട് ഒരു മിനിറ്റ്.
ഇരിക്കുന്നത് ഹനുമാനാണ്. ഒറിജിനൽ പോലെ ഉണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ പോലെ ഉണ്ട്. ഇത് ഇതിന്റെ രൂപമാണ്. സർഗാലയ ഇതില്ലേ മിനിയേച്ചർ ഇതിന്റെ മോഡലാണ്. നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ അതിന്റെ മോഡലാണ്. ജില്ല മാറ്റി അങ്ങനെ സർഗാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ കാണാൻ എത്തിയിട്ടോ. അങ്ങനെ സർഗാലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു ഫെസ്റ്റിവലിലേക്ക് കയറിയാണ്. അമ്മ കുറേ നേരെ പറയുന്നത് നിങ്ങളിപ്പോൾ വെറുതെ പറഞ്ഞതാ, ഇന്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരൊന്നും ഇല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അവനെ കുറേ തമാശയാക്കിയിട്ടുണ്ടായി. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഷീഫ് ഉസ്ബെക്കിസ്ഥാൻ. അവിടുത്തെ കടകളായി. നെക്സ്റ്റ് കൺട്രി കസാഖിസ്ഥാൻ. എന്തെല്ലാം അമ്മ പറഞ്ഞേ? അമ്മ എന്തെല്ലോ പറഞ്ഞേ ഇന്റർനാഷണൽ ലെവലിൽ കയറാൻ കണ്ടില്ല ഒരു രാജ്യത്ത് കസാഖിസ്ഥാൻ. ഇത് റഷ്യ. അതൊക്കെ ചെയ്യുന്ന വിൽക്കുന്നതായിരിക്കും. അത് വെറുതെ വന്ന് നിൽക്കുന്നത്. നല്ല ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മളോട് ഭയങ്കര തമാശ. തായ്വാൻ. നടക്കുന്ന ആദ്യത്തെ
അമ്മാറ എന്നെ തട്ടരുതേ. ഞാൻ ചത്തി അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവന് ബർഗറായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു, ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അമ്മാറിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നല്ല കാഴ്ചകളും നല്ല ഓർമ്മകളുമായിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.